ഫസ്റ്റ് പ്രോബ്ലം ആണ്. A 3-hinged circular arch hinged at the springing and crown points has a span of 40 meter and a central rise of 8 meter. It carries a UDL of 20 kN per meter over the left half of the span together with a concentrated load of 100 kN at the right quarter span point. Find the reactions at the supports, normal thrust and shear at a sections 10 meter from left support. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 3 ഹിഞ്ച്ഡ് സർക്കുലർ ആർച്ച് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമുക്ക് 3 ഹിഞ്ച്ഡ് ആയിട്ടുള്ള ഒരു സർക്കുലർ ആർച്ച് വരയ്ക്കാം. 3 ഹിഞ്ചസ് ആണ് അതിനുള്ളത്. അതിൻ്റെ നെയിം ഞാൻ ABC എന്ന് കൊടുത്തു. അതുപോലെ തന്നെ അതിൽ പറയുന്നുണ്ട് സ്പ്രിങ്ങിങ് ആൻഡ് ക്രൗൺ പോയിൻറ്റ്സ് ഹാസ് എ സ്പാൻ ഓഫ് 40 മീറ്റർ ആൻഡ് എ സെൻട്രൽ റൈസ് ഓഫ് 8 മീറ്റർ. അവിടുത്തെ സ്പാനും തന്നിട്ടുണ്ട്, അതുപോലെ നമ്മുടെ റൈസും തന്നിട്ടുണ്ട്. റൈസിൻ്റെത് 8 മീറ്ററും സ്പാന് 40 മീറ്റർ എന്നാണ് തന്നേക്കുന്നത്. It carries a UDL of 20 kN per meter over the left half of the span together with a concentrated load of 100 kN. ഇതിലൊരു UDL ആക്ട് ചെയ്യുന്നുണ്ട്, അത് ലെഫ്റ്റ് ഹാഫിലാണെന്ന് പറയുന്നുണ്ട്. 20 kN per meter ആണ്. അതുപോലെ തന്നെ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡും ഉണ്ട്, 100 kN. അപ്പോൾ UDL വരച്ചു. ഇത് പറഞ്ഞിട്ടുണ്ട് ലെഫ്റ്റ് ഹാഫ് പോർഷനാണ്. അപ്പോൾ 40 ആണെങ്കിൽ ബാക്കി ഹാഫ് പോർഷൻ എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 20 വരും. അതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത റൈറ്റിൽ ക്വാർട്ടർ പോർഷനിൽ ഒരു കോൺസെൻട്രേറ്റഡ് ലോഡ് ആക്ട് ചെയ്യുന്നുണ്ട്, 100 kN. കറക്റ്റ്, അതും ക്വസ്റ്റ്യനിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട് ക്വാർട്ടർ പോർഷനാണ്. അതുകൊണ്ട് തന്നെ 10 മീറ്റർ കഴിഞ്ഞിട്ട് ഉള്ള പോർഷനിലാണ് ലോഡ് ആക്ട് ചെയ്തേക്കുന്നത്. ദെൻ റൈറ്റ് നോക്കിയാലും 10 മീറ്റർ തന്നെ. ദെൻ എന്ത് കണ്ടുപിടിക്കണം? റിയാക്ഷൻ കണ്ടുപിടിക്കണം. സപ്പോർട്ട്സിൻ്റെ റിയാക്ഷൻ, നോർമൽ ത്രസ്റ്റ്, ഷിയറൊക്കെയാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ബെൻഡിങ് മൊമെൻ്റൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലെഫ്റ്റ് സപ്പോർട്ടിൽ നിന്ന് എത്ര മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടെ അവർ പറഞ്ഞിട്ടുണ്ട്. 10 മീറ്റർ ആണ്. 10 മീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നേക്കുന്ന എക്സ് ഡിസ്റ്റൻസ് ആണ് ഈ തന്നേക്കുന്നത്. എക്സ് ഡിസ്റ്റൻസ് മാറിയിട്ടാണ് അവിടെ ഒരു പോയിൻ്റ് ഉള്ളത്, ഡി എന്ന് പറയുന്ന പോയിൻ്റ്. ഈ ഡിക്കും സിക്കും ഇടയിലുള്ള പോയിൻ്റാണ് നമ്മൾ നേരത്തെ പോയിൻ്റിലെ ആംഗിളാണ് തീറ്റ എന്ന് പറഞ്ഞ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ മെയിനായിട്ട് തന്നേക്കുന്നത്. അപ്പോൾ കറക്റ്റ് പറയുകയാണെങ്കിൽ നമ്മുടെ ഫിഗർ ഇങ്ങനെയാണ് വരുന്നത്. ഇതിലെന്ന് പറയുമ്പോൾ നമ്മുടെ ഒറിജിനൽ ക്വസ്റ്റ്യനിൽ തന്നതിനേക്കാളും എന്ത് ചെയ്യുന്നു, ഞാൻ A B എന്ന് പറയുന്ന ഒരു ഹിഞ്ച്ഡ് പോർഷൻ എല്ലാം ഞാൻ എന്ത് ചെയ്യുന്നു, റിയാക്ഷൻ ഉള്ള രീതിക്ക് അങ്ങ് എടുത്തു. സെൻറ്റർ പോയിന്റ് ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല. അല്ലാതെ കറക്റ്റ് സപ്പോർട്ട്സ് 2 പോയിൻറ്റ്സ് ആണ് സപ്പോർട്ട്സ് വരുന്നത്. ആ 2 പോയിൻറ്റ്സിൻ്റെയും സപ്പോർട്ട്സ് കറക്റ്റ് അതുപോലെ തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. VAയും VB HA. ഓക്കെ, H കോമൺ ആയിട്ട് H എന്നിട്ടാലും മതി. ഹൊറിസോണ്ടൽ ത്രസ്റ്റ്, അതുപോലെ ലോഡ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ബാക്കി എല്ലാ ഡീറ്റെയിൽസും നേരത്തെ പറഞ്ഞു. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൽ Y പോർഷൻ എന്ന് പറയുന്നത് ഇതാണ് Y. നമ്മൾ X മെൻഷൻ ചെയ്തു. ദെൻ ഇത് Y ആണ്, അതുപോലെ തന്നെ ഇത് R ആണ്. ഓക്കെ, ആ ഫിഗർ നോക്കിയിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉള്ളവർ കറക്റ്റായിട്ട് ഇതിൽ നോക്കിയാൽ മതി. കുറച്ചുകൂടെ നീറ്റായിട്ട് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്രോബ്ലം എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് നമ്മൾ സിഗ്മ V = 0 എന്ന് പറഞ്ഞെടുക്കുക. എന്ന് വെച്ചാൽ സം ഓഫ് വെർട്ടിക്കൽ ഫോഴ്സസ് ആർ 0. സിഗ്മ V = 0 എന്ന് പറയുമ്പോൾ ഇതിൽ ഏതൊക്കെയാണ് വെർട്ടിക്കൽ ഫോഴ്സ് വരുന്നത്? VA വരുന്നുണ്ട്, VB വരുന്നുണ്ട്, VA + VB. ദെൻ ഒരു 100 വരുന്നുണ്ട്, ബട്ട് അത് എങ്ങോട്ടാണ് വരുന്നത്? താഴോട്ടാണ്. സോ -100. അതുപോലെ തന്നെ ഒരു UDL ആക്ട് ചെയ്യുന്നുണ്ട്. UDL നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്യുമ്പം ഈ ടോട്ടൽ UDLനെ ഹാഫ് ഡിസ്റ്റൻസിൽ ആക്ട് ചെയ്യുന്നതെന്നാണ് നമ്മൾ എടുക്കുന്നത്. അതും 20, ആ ലോഡ് എത്രയാണോ തന്നിരിക്കുന്നത് അതേ ഇൻറ്റു അതിൻ്റെ ടോട്ടൽ സ്പാൻ. അപ്പോൾ 20 × 20 നമുക്ക് എത്രയാണ് കിട്ടുന്നത്? 400 എന്നുള്ള രീതിക്കാണ് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതും നോക്കാം. അതും താഴോട്ടാണ് വരുന്നത്. അപ്പോൾ 400 അല്ല 400. ഓക്കെ, ഇത്രയും കാര്യങ്ങളല്ലേ ഇതിലുള്ളൂ. =0. അപ്പോൾ നമുക്ക് VA + VB എന്ന് പറയുന്നത് നമ്മുടെ നെഗറ്റീവ് എല്ലാം അങ്ങോട്ട് പോകുന്ന സമയത്ത് 400 + 500 നമുക്ക് ആൻസർ കിട്ടുന്ന 500 ആണ്. അപ്പോൾ VA + VB എന്ന് പറയുന്നത് =500. അത് ഫസ്റ്റ് ഇക്വേഷനായിട്ട് എടുക്കാം. ഇനി ഞാൻ എടുക്കാൻ പോകുന്നത് എക്ക് എബൌട്ടായിട്ടോ അല്ലെങ്കിൽ ബിക്ക് എബൌട്ടായിട്ടോ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ എടുക്കുന്നത് മൊമെൻറ്റ് എബൌട്ട് A = 0. അപ്പോൾ സിഗ്മ MA = 0. ഞാൻ ഫസ്റ്റ് എടുത്തിരിക്കുന്ന VB ആണ്. ഈ VB എയിലോട്ട് ആക്ട് ചെയ്യുമ്പം ഉള്ള ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കാം. ടോട്ടൽ എത്ര ഡിസ്റ്റൻസ് ആണ് വരുന്നത്? VB × 40. അതും ആൻറ്റി ക്ലോക്ക് വൈസ് ആണോ ക്ലോക്ക് വൈസ് ആണോ എന്ന് നോക്കാം. ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ആൻറ്റി ക്ലോക്ക് വൈസ് ആകുമ്പോൾ നെഗറ്റീവാണ് വരുന്നത്. ഓക്കെ, VB × 40. ദെൻ അടുത്ത് വരുന്നത് 100 ആണ്. അപ്പോൾ 100 എന്ന് പറയുന്ന ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ് വരുന്നത്. അപ്പോൾ +100 × ആ ഒരു 40യിൽ നിന്ന് 10 മാറിയിട്ടാണ് വരുന്ന ഡിസ്റ്റൻസ്. അപ്പോൾ 40 - 10 30 നമുക്ക് കിട്ടും. ഇനി അതിലുള്ളത് ഒരു UDL ആക്ട് ചെയ്യുന്ന കാര്യം പറഞ്ഞിട്ടുണ്ട്. UDL ഓൾറെഡി നമ്മൾ പോയിന്റ് ലോഡായിട്ട് കൺവേർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നോക്കാം. നമുക്ക് 400 ആണ് വരുന്നത്. അതും താഴോട്ട് തന്നെയാണ്. സോ ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്.
അപ്പോൾ 400 ഇൻറ്റു അവിടുത്തെ ഡിസ്റ്റൻസ് എത്രയാണ് 10 ആണ് വരുന്നത്. കാരണം ഇതിൻ്റെ ഹാഫിലാണ് ആക്ട് ചെയ്യുന്നത്. സോ അത്രയും ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. ആ 10 എന്ന് പറയുന്ന ഒരു ഡിസ്റ്റൻസ് മാത്രമേ ഇങ്ങോട്ടേക്ക് വരുന്നുള്ളൂ. അപ്പോൾ ഡിസ്റ്റൻസ് 10. നമ്മൾ എപ്പോഴും ആലോചിക്കേണ്ട കാര്യം മൊമെൻറ്റ് എടുക്കുന്നതെന്ന് പറയുന്നത് ഫോഴ്സ് ഇൻറ്റു പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ദാറ്റ് ഈസ് മൊമെൻറ്റ്. ആ ഒരു ഫോമിലാണ് നമ്മൾ മൊമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇത് നെഗറ്റീവ് ഉള്ളത് ഒരു സൈഡിലോട്ട് കൊണ്ട് പോസിറ്റീവ് സൈൻ എല്ലാം ഒരു സൈഡിലാക്കുക. അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് വി ബി എന്ന് പറയുന്നത് വി ബി ഈസ് ഈക്വൽ ടു ആൻസർ 175 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. വി ബി 175 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടി. ഈ വി ബിയിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? വി എ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. കാരണം വി എ പ്ലസ് വി ബി ഈസ് ഈക്വൽ ടു 500 എന്ന് കിട്ടിയിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് വി എ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 325 കിലോ ന്യൂട്ടൺ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് വി ബിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു, വി എയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞു. ഇനി ഈ ഫിഗർ നോക്കാം. നമുക്കിവിടെ വി എ വി ബി കാൽക്കുലേറ്റ് ചെയ്തു, എങ്കിലും ഇനിയും ഉണ്ട് അവിടുത്തെ സപ്പോർട്ട്, ഒരു ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കിടക്കുകയാണ്. ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ഈ ഹൊറിസോണ്ടൽ ത്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ മൂന്നാമത്തെ ഹിഞ്ച് പോർഷൻ എടുത്താലേ നമുക്ക് ആ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ കിട്ടത്തുള്ളൂ. അപ്പോൾ സിഗ്മ എം സി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ മൊമെൻറ്റ് അബൌട്ട് സി ഈസ് ഈക്വൽ ടു 0. സിഗ്മ എം സി ഈസ് ഈക്വൽ ടു 0. നോക്കുക, സിഗ്മ എം സി ഈസ് ഈക്വൽ ടു 0ൽ ഞാൻ ആദ്യം എടുക്കുന്നത് വി ബി ആണ്. അപ്പോൾ ഈ വി ബി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ വി ബി ഇതിൻ്റെ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 20 ആണ് വരുന്നത്. അതുപോലെ തന്നെ ഇത് ആൻറ്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനാണ്. അടുത്ത് നോക്കാം ഹെച്ച് എടുക്കുന്ന സമയത്ത് ഹെച്ച് എങ്ങനെയാണ് വരുന്നത്? ഈ ഒരു പോർഷനിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു റൈസിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക, 8 മീറ്റർ ആണ് നമുക്ക് കിട്ടുന്നത്. അത് ക്ലോക്ക് വൈസ് ആണ്. ഹെച്ച് ഇൻറ്റു 8 എന്ന് എടുക്കാം. കാരണം ഹൊറിസോണ്ടൽ ഫോഴ്സ് ആണ്, അതിൻ്റെ പെർപെൻഡിക്കുലർ വരുന്ന ഡിസ്റ്റൻസ് ആണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അതാണ് ഹെച്ച് ഇൻറ്റു 8 വന്നത്. ഇനി എം സിക്ക് എബൌട്ട് ആയിട്ട് ഇനി ഒരെണ്ണം ഉള്ളതെന്ന് വെച്ചാൽ 100 ആണ്. ഇപ്പോൾ ഈ 100 എടുക്കുന്ന സമയത്ത് ഈ ഒരു ഫോമിലാണ് നമുക്ക് വരുന്നത്. അപ്പോൾ 100 ഇൻറ്റു 10 എന്നുള്ള രീതി നമുക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സിഗ്മ എം സിയിൽ വരുന്നത്. ഇപ്പം സിഗ്മ എം സി എടുക്കുന്ന സമയത്ത് ഒന്ന് ലെഫ്റ്റ് പോർഷൻ എടുക്കുക, അല്ലെങ്കിൽ റൈറ്റ് പോർഷൻ എടുക്കുക. ഇപ്പോൾ ചെയ്യാൻ എളുപ്പമെന്ന് പറയുന്നത് റൈറ്റ് പോർഷനാണ്, അതുകൊണ്ടാണ് ഞാൻ റൈറ്റ് പോർഷൻ കൺസിഡർ ചെയ്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ലെഫ്റ്റ് എടുത്തും ചെയ്യാം, റൈറ്റ് പോർഷൻ എടുത്തും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്കിത് എഴുതാം. ഓക്കെ, അപ്പോൾ നമ്മളിതിനെ സിംപ്ലിഫൈ ചെയ്താൽ മതി. ലാസ്റ്റ് ഫൈനൽ ആൻസർ എന്ന് പറയുന്നത് 312.5 എന്നാണ് കിട്ടുന്നത്. അപ്പോൾ ഹൊറിസോണ്ടൽ ത്രസ്റ്റിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. യൂണിറ്റ് കൂടെ എഴുതാൻ മറക്കരുത്. അപ്പോൾ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സപ്പോർട്ട് റിയാക്ഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ നോർമൽ ത്രസ്റ്റ് ആണ്. അപ്പോൾ നോർമൽ ത്രസ്റ്റിൻ്റെ ഇക്വേഷൻ നോക്കാം. നോർമൽ ത്രസ്റ്റ് നൊട്ടേറ്റ് ചെയ്യുന്ന എൻ ആണ്. എൻ ഇസ് ഈക്വൽ ടു ബി സൈൻ തീറ്റ പ്ലസ് എച്ച് കോസ് തീറ്റ എന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഇക്വേഷനിൽ എനിക്ക് വി അറിയില്ല, തീറ്റ അറിയില്ല. അപ്പോൾ ഇതൊക്കെ എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാം ആദ്യം. അപ്പോൾ തീറ്റ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ നേരത്തെ പറഞ്ഞ ഇക്വേഷനിലോട്ട് പോവാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ സെയിം ഇക്വേഷൻ. ഇപ്പോൾ തീറ്റ കണ്ടുപിടിക്കണമെങ്കിൽ എനിക്ക് എക്സ് എൽ ആറിൻ്റെ വാല്യൂ ഉണ്ട് എങ്കിൽ സുഖമായിട്ട് എനിക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. പക്ഷേ എനിക്കിവിടെ ആറിൻ്റെ വാല്യൂ ഇല്ല. അപ്പോൾ ആറിൻ്റെ വാല്യൂ ആദ്യം ഞാൻ കണ്ടുപിടിക്കണം. ഫസ്റ്റ് ആറിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യണം. ആ ആറിൻ്റെ വാല്യൂ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് തീറ്റയുടെ വാല്യൂ കിട്ടും. അപ്പോൾ ആറിൻ്റെ ഇക്വേഷൻ L/8H + H/2 ആണ്. L എന്ന് പറയുന്നത് സ്പാൻ 40 ആണ് തന്നേക്കുന്നത്. അപ്പോൾ 40² ഡിവൈഡഡ് ബൈ 8 ഇൻറ്റു H എന്ന് പറയുന്നത് റൈസ് 8 തന്നിട്ടുണ്ട്. ദെൻ 8/2 നമുക്ക് 29 മീറ്റർ എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ 6 കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട എക്സ് അത് തീറ്റയാണ്. അപ്പോൾ തീറ്റ കണ്ടുപിടിക്കാൻ വേണ്ടി ഇക്വേഷൻ L/2 മൈനസ് 6 ഇൻറ്റു സൈൻ തീറ്റയാണ്. L നമുക്കറിയാം 40 ആണ്. ഡിവൈഡ് ബൈ 2 മൈനസ് 6 ഇപ്പോൾ നമുക്ക് 29 എന്ന് കിട്ടി. ദെൻ സൈൻ തീറ്റ. എക്സിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ 10 മീറ്റർ എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് 20.171 ഡിഗ്രി എന്ന് കിട്ടും. ഓക്കെ, കിട്ടി. ഇനി ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്തിന് എന്തായാലും നമുക്ക് y കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഇതോടൊപ്പം തന്നെ y കൂടെ കാൽക്കുലേറ്റ് ചെയ്താൽ എളുപ്പമാണ്. ഡയറക്റ്റ് ഈ ഇക്വേഷനിൽ കൊടുത്താൽ മതി. y is equal to h minus r into 1 minus cos theta. h നമുക്ക് 8 ആണെന്നറിയാം, r 29 ആണ്. 1 minus cos തീറ്റയുടെ വാല്യൂ 20.171 ആണ്. നമുക്ക് വൈയുടെ ആൻസർ 6.22 മീറ്റർ എന്ന് കിട്ടും. അപ്പോൾ നമുക്ക് തീറ്റ കിട്ടി, നോർമൽ ത്രസ്റ്റ് കണ്ടുപിടിക്കാണ്ട്. ഇനി അടുത്ത് വി ആണ് എനിക്ക് കാൽക്കുലേറ്റ് ചെയ്യാണ്ട്. അപ്പോൾ വി കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൽ നിന്ന് ഇത്ര മാറിയിട്ട് നമ്മളൊരു സെക്ഷൻ എടുക്കുന്നു എന്ന് പറഞ്ഞു. ആ സെക്ഷൻ്റെ വേർട്ടിക്കൽ ഫോഴ്സ് വേണം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ. വി, അതാണ് വി എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത്. വേർട്ടിക്കൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ വേർട്ടിക്കൽ ഷിയർ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് വി ഈസ് ഈക്വൽ ടു ആ ലെഫ്റ്റ് പോർഷൻ എന്ന് പറയുമ്പോൾ അവിടുത്തെ സപ്പോർട്ട് വി എ അല്ലേ. അപ്പോൾ വി എ മൈനസ് അവിടെയുള്ള ലോഡ് എന്ന് പറയുന്നത് 20 ആണ് ഇൻറ്റു 10 എടുക്കുക അവിടുത്തെ ഡിസ്റ്റൻസ്.
ഓക്കെ 20 × 10 ആവാൻ കാരണം UDL ആണ് വരുന്നത്. അപ്പോൾ W × L പോർഷൻ എടുത്തുന്നേ ഉള്ളൂ. കാരണം അതിൻ്റെ ഹാഫ് പോർഷനിലാണ് നമ്മൾ വീണ്ടും എടുത്തിരിക്കുന്നത്. എൻ്റയർ സ്പാൻ UDL കംപ്ലീറ്റ് ഹാഫിൽ ആക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഹാഫാണ് നമ്മളിവിടെ V കാൽക്കുലേറ്റ് ചെയ്യാൻ എടുത്തത്. അപ്പോൾ V = VA - 20 × 10 എന്നാണ് എടുക്കുന്നത്. നമുക്കിത് ചെയ്യുന്ന സമയത്ത് VA എന്ന് പറയുന്നത് 325 ആണ് -200, ആൻസർ എന്ന് പറയുന്നത് 125 kN എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ N കണ്ടുപിടിക്കേണ്ട എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ നോർമൽ ത്രസ്റ്റ് നേരെ കണ്ടുപിടിക്കാം. നോർമൽ ത്രസ്റ്റ് എന്ന് പറയുന്നത് V sin θ + H cos θ. V എന്ന് പറയുന്നത് 125 ആണ്. ദെൻ സൈൻ 20.171 പ്ലസ് H 312.5 കോസ് 20.171. ആൻസർ വരുന്നത് N എന്ന് പറയുന്നത് 336.437 kN എന്ന് കിട്ടും. അടുത്ത് നമ്മളിതിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ട റേഡിയൽ ഷിയർ ആണ്. റേഡിയൽ ഷിയറിൻ്റെ ഇക്വേഷൻ Q = V cos θ - H sin θ ആണ്. V 125 cos 20.171 മൈനസ് H എന്ന് പറയുന്നത് 312.5 സൈൻ 20.171 ആണ്. നമുക്ക് ക്യൂവിൻ്റെ ആൻസർ എന്ന് പറയുന്നത് 9.576 kN എന്ന് കിട്ടും. അപ്പോൾ നമ്മൾ നോർമൽ ത്രസ്റ്റും കാൽക്കുലേറ്റ് ചെയ്തു, അതുപോലെ റേഡിയൽ ഷിയറും കാൽക്കുലേറ്റ് ചെയ്തു.